عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. മരണപ്പെട്ട പിതാവിന്റെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സുഹൃത്ത് 1500 രൂപ. ഗർഭസ്ഥ ശിശുവിന് കഴുത്തിന്റെ ഭാഗത്ത് മുഴയാണ്, അത് മാറുവാൻ ബാംഗ്ലൂരിലുള്ള ഒരു അമുസ്ലിം സഹോദരി 2500 രൂപ. മാതാവിന്റെ പരലോകണത്തിന് വേണ്ടി 1000 രൂപ. മാതാപിതാക്കളുടെ പരലോകണത്തിന് വേണ്ടി 500 രൂപ. വിദേശത്തുള്ള മകന്റെ ജോലിയിൽ ബർക്കത്തിന് മസ്സസകൾ മാറാനും 250 രൂപ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 400 രൂപ. ഹംസ എന്ന സഹോദരന്റെ രോഗം പൂർണ്ണമായി ശിഫയാൻ പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സദഖ നൽകിയവരും അല്ലാതെയും ദുആക്ക് ആവശ്യപ്പെട്ട മുഴുവൻ ആളുകളിൽ നിന്നും ജാരിയായ സദഖയായി സ്വീകരിച്ച് അവരെയും നമ്മയും രണ്ട് ലോകത്തും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. അല്ലാഹു രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ. അല്ലാഹു മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും മാനസിക അസ്വസ്ഥതയിൽ നിന്നും അവരെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. വളരെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഖിയാമത്ത് നാളിലെ ലക്ഷണങ്ങളിൽ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും നമ്മുടെ കൺമുന്നിൽ കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് ചമ്മാടികളും ജുഹാലും, ഫുസാക്കും ജുഹാലും, വിവരമില്ലാത്ത ആളുകളും തമ്മാടികളും ലോകത്ത് അധികരിക്കുകയും വിവരമുള്ള ആളുകൾ സ്വാലിഹീങ്ങൾ ലോകത്ത് നിന്ന് പാലം കടക്കുകയും ചെയ്യുക എന്നാണ്. സൂറത്തു റാദ് 41-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമിയുടെ ഭൂപ്രദേശത്തെ പഠിച്ചാൽ അതിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭൂമിയെ നമ്മൾ ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ മനസ്സിലാക്കുന്നില്ലേ? അവലം യറൗ, അവര് കാണുന്നില്ലേ, അവരറിയുന്നില്ലേ, അവര് പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അന്ന നമ്മള് നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമി അതിന്റെ നാനാഭാഗങ്ങളിൽ നമ്മൾ ചവിട്ടിക്കൂട്ടി ചുരുക്കി ഇങ്ങനെ കൊണ്ടുവരാണ്, അത് അവര് മനസ്സിലാക്കുന്നില്ലേ? ഖുർആന്റെ ഭാഷ, അതിന്റെ സാഹിത്യം, അതിന്റെ ആലങ്കാരിക ഭാഷയും അതിന്റെ നിയമങ്ങളും അറബ് ഭാഷ പഠിക്കുകയൊന്നും ചെയ്യാത്ത വെറും ഡിക്ഷണറി മാത്രം എടുത്തിട്ട് ഖുർആനെ അർത്ഥം വെച്ച് പ്രബോധനം നടത്തുന്ന ആളുകൾക്കൊന്ന് ചിന്തിക്കാം, എന്തായിരിക്കും ഈ ആയത്തിന്റെ അർത്ഥം? ഒരാളിപ്പോ ഈ ആയത്തിനെ ബാഹ്യമായിട്ട് അങ്ങനെയാണ്ട് അർത്ഥം വെച്ചൊന്ന് കൂട്ടുക, എന്നിട്ട് അയാള് ഭൂമിയാണ്ട് അളക്കുകയാണ്. മശരിക്ക് മുതൽ മഗ്രിബ് വരെ ഭൂമി അളക്കുകയാണ്. അളന്നിട്ട് ചോദിക്കേ ഭൂമിക്ക് അളവ് കുറവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തായി പോകും? അങ്ങനെയാണ് പല തുസ്മിയുൽ മൗത്ത, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തെടുത്തിട്ട് നീ കബറാളികളോട് വർത്താനം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന മൗഢ്യമായ വിദണ്ഡവാദങ്ങളും പ്രചരണങ്ങളൊക്കെ ഖുർആന്റെ സൗന്ദര്യം അറിയാത്ത ജുഹാല് ദഅവത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ അവസാന കാലമായാൽ ജുഹാൽ അധികരിക്കുമെന്നാണ്. വേഷവിധാനത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ഉഷാറായിരിക്കും. പക്ഷെ ഒരു മസാല അങ്ങോട്ട് ചോദിച്ചാൽ കിതാബ് നോക്കിയിട്ട് പറയാൻ കഴിയുന്ന ആളുകളായിരിക്കില്ല പ്രബോധനങ്ങൾക്ക് ഉണ്ടാകുന്ന ആളുകൾ. ഇതിന് അള്ളാഹു ചെയ്യുന്ന ഒരു പ്രത്യേകമായ തീരുമാനം, അള്ളാഹുവിന്റെ വ്യവസ്ഥയും അള്ളാഹുവിന്റെ സംവിധാനവും എങ്ങനെയെന്ന് വെച്ചാൽ, ഇൽമുള്ള ഫിഖ്ഹുള്ള ഫത്വ പറയാൻ കഴിയുന്ന മസ്അലപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ കിതാബ് മറിച്ചിട്ട് ഇബാറത്ത് ഹല്ല് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു തആല കൊണ്ടുപോകും. പിന്നെ കേവല വേഷഭൂഷാദികളിൽ മാത്രം ദീനുണ്ടാവുന്ന കുറച്ച് ആളുകൾ മുമ്പിലുണ്ടാവും. ആളുകൾ അവരോട് മസാല വയ്ക്കും, ഓലാണെങ്കിൽ തെറ്റിയിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യും. അപ്പോ ഫളല്ലു വഅളല്ലു, ഇവർ സ്വയം പഴക്കും ചെയ്യും, അവർ സമൂഹത്തെ പഴപ്പിക്കും ചെയ്യും എന്ന് പരിശുദ്ധ റസൂൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ആരോടെങ്കിലുമുള്ള വിരോധം കൊണ്ട് പറയുന്നതല്ല, അല്ലാഹുവിന്റെ ദീനാണ്. സുബ്ഹാനല്ലാഹ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പടച്ച തമ്പുരാൻ ആഖിർ സമാനിൽ ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ലാ യൻസഹു, ആ ഇൽമിനെ ഊരുകയല്ല, മിനൽ ഇബാദി, അടിമകളുടെ ഖൽബിൽ നിന്ന് ഇൽമിന്റെ വാക്കുകൾ ഊരിയെടുക്കുകയല്ല, ലാ യത്തസിഉഹു,
അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അവർ പഠിച്ചു വെച്ച ഭാഷയെ പടച്ചവൻ മറപ്പിക്കുകയല്ല, ആകാശഗംഗയിലേക്ക് ഉയർത്തുകയല്ല, മറിച്ചോ ബിഖബ്ദിൽ ഉലമാ, ഇൽമ പറയാൻ കൽപ്പുറ്റ പ്രബോധനത്തിന്റെ നിയമങ്ങളൊത്ത മഹാന്മാരായ പണ്ഡിതന്മാരെ മരിപ്പിക്കലാണ്. അതാണ് ആഖിർ സമാനിൽ ഇൽമ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷായത് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? നമ്മളെ ഈ 1.5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചെന്താണ്? പരീക്ഷണത്തിന്റെ തീച്ചട്ടിയിൽ നിന്ന് പ്രയാസത്തിന്റെ എരിപൊരി കൊള്ളുന്ന എണ്ണയിലേക്ക് പടച്ചവൻ നമ്മെ പരീക്ഷിച്ചുകൊണ്ട് വലിച്ചെറിഞ്ഞതുപോലെ ആലിമീങ്ങളൊക്കെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള പ്രവർത്തകന്മാർക്ക് സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളിൽ മുൻനിരയിലുള്ള ആളുകളാണ് നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ഭാഗത്ത് വെഞ്ചിട്ടിട്ട് ദ്വാക്ക് ആമയും പറയുന്ന ആരെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടാവും, ദ്വാരുന്നിട്ട് നമുക്ക് മറികടക്കാം. പക്ഷേ നമ്മെ ദിശാബോധത്തിൽ വളരെ കാർക്കശ്യത്തോടു കൂടി, വളരെ ഗൗരവത്തോടു കൂടി, അതിലേറെ ആത്മാർത്ഥതയോടുകൂടി വളരെ ശ്രമിച്ചുകൊണ്ട് കുടുംബത്തെ മറന്ന് പടവരുത്തുന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള ആളുകൾ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിന്റെ ആരംഭവും നമ്മുടെ മൗത്തിന്റെ തുടക്കവുമാണ്. ഒരു ആലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ആരംഭമാണ്, നമ്മുടെ മൗത്തിന്റെ തുടക്കമാണ്. വളരെ പേടിക്കണം സഹോദരന്മാരെ, വളരെ പേടിക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ 1.5 കൊല്ലത്തിനിടയിൽ നമ്മൾ കണ്ടത്? അവലം യറൗ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. കുഫാറിന് ആധിപത്യമുള്ള ദ്വീപുകളിലടക്കം ഒരു മുസ്ലിം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാമിന് അല്ലാഹു വേരോട്ടം കൊടുക്കുന്നത് അവർ കാണുന്നില്ലേ എന്നതാണ് അതിന്റെ പ്രധാനമായ തഫ്സീറെങ്കിലോ ചില മഹാന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ച തഫ്സീറില് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ത്വബരി രേഖപ്പെടുത്തുകയാ, ഇമാം റാസി രേഖപ്പെടുത്തുകയാ, ഇമാം ഇസ്മായിൽ ഉലഖി രേഖപ്പെടുത്തുകയാ. റൂഹുൽ ബയാൻ പരിശോധിച്ചാൽ കാണാം, റാസി പരിശോധിച്ചാൽ കാണാം, തഫ്സീർ ത്വബരി പരിശോധിച്ചാൽ കാണാം. ഭൂമിയെ ചുരുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതലങ്ങളിൽ ഒന്നാണ് ഭൂമിയിലുള്ള പണ്ഡിതന്മാരെയും ഫുഖഹാക്കളെയും സ്വാലിഹീങ്ങളെയും അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നീട് വിവരമില്ലാത്ത ആളുകൾ നേതൃത്വ നിരയിൽ വരുമ്പോ, ഫത്വ കൊടുക്കാൻ രംഗത്തുണ്ടാകുമ്പോ, പ്രബോധന വീതിയിൽ പ്രവർത്തിക്കുമ്പോ അവരുടെ രൂപഭാവങ്ങൾ കണ്ടുകൊണ്ട് ആളുകൾ പിന്നാലെ കൂടുമ്പോ തയമ്മത്തിന്റെ ഷർത്തറിയൂല, കുളിയുടെ നിയമം അറിയൂല, ഉളൂഇന്റെ ഫർള് അറിയൂല, ഉളൂഇന്റെ ഷർത്ത് അറിയൂല. അതൊക്കെ പഠിക്കാൻ പള്ളി ദർസിൽ പോയിട്ട് പഠിക്കേണ്ടതിന് പകരം ആളുകൾ കണ്ടാൽ വലിയ ആലിമീങ്ങളാണെന്ന് തോന്നുന്ന രൂപത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ രംഗത്ത് വന്നുകൊണ്ട് ജഹാലത്ത് കൈകാര്യം ചെയ്ത് അതിനെ ദഅവത്ത് എന്ന് പേരിട്ടുകൊണ്ടുള്ള അതാ റോസാ ജുഹാലായി മാറിയാൽ അത് അവര് സ്വന്തം പഴക്കാനും മറ്റുള്ളവരെ പഴപ്പിക്കാനും കാരണമാകുമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു സകല ശർറുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമേ പറയും പെട്ടുപോകും. അല്ലാഹു സകല ശർറുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സകല ശർറുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈമാൻ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെയും അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ. പേടിയാണ് സഹോദരന്മാരെ. വിവരമുള്ള, ആത്മാർത്ഥതയുള്ള, ആത്മനിഷ്ഠയുള്ള, പാണ്ഡിത്യ വൈഭവമുള്ള പണ്ഡിതന്മാർ സ്ഥലം കാലിയാവുകയാണ്. മഹാനായ ബാപ്പു ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പാന്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് നനച്ചതല്ല. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാപ്പാന്റെ കൂടെ ചെറുപ്പകാലത്തെ ഓതി പഠിച്ച ഓർമ്മ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ പങ്കുവച്ചിരുന്നു. ഏത് കിതാബ് ഓതിയാലും അത് മനഃപ്പാടമാക്കുന്നത് ബാബു മുസ്ലിയാര സ്വഭാവമാ എന്ന് പറഞ്ഞാൽ തികഞ്ഞ പണ്ഡിതനാണ്. 2004 സമസ്തയുടെ ഔദ്യോഗികമായ മുശാവറയിൽ മെമ്പറാകുന്നത്. പണ്ഡിത സഭയിലേക്ക് മഹാമനീഷിയെ തെരഞ്ഞെടുക്കുന്നത് 2004. ഒരു മനുഷ്യന്റെ കഴിവുകൾ നോക്കും.
2004 സമസ്തയിലേക്ക് മുഷാവറ അംഗമായി കടന്നു വരുന്നത്. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആദ്യം ഉണ്ട്, പക്ഷെ ഔദ്യോഗികമായി പണ്ഡിത സഭയിലേക്ക് കയറി വരുന്നത് 2004. 2017 ആയപ്പോഴേക്കോ സമസ്തയുടെ ചാലക ശക്തിയായിട്ട് മാറി. 13 കൊല്ലം കൊണ്ട് ഉച്ചിയിലെത്തി. കാരണം എന്താ? അത് കഴിവാണ്. വെറുതെ അല്ല സുപ്രഭാത രേഖപ്പെടുത്തിയത്. കർമ്മസൂര്യൻ അസ്തമിച്ചു. ആ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചതാണ്. ബാപ്പുസ്ഥാനെ കുറിച്ച് അതിന്റെ മേലെ പറയാൻ മലയാള ഭാഷയിൽ പ്രയോഗങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർമ്മസൂര്യൻ അസ്തമിച്ചു. എന്താണ് കർമ്മം എന്ന് പറഞ്ഞാല്? എവിടെങ്കിലും പോയിട്ട് എന്തെങ്കിലും കോപ്പിരാട്ടത്തരം കാട്ടുന്നതിന് കർമ്മം എന്ന് പറയരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് കർമ്മം. മഹാനായ ബാപ്പു ഉസ്താദ് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഭംഗിയായി പൂർത്തിയാക്കി. അത് അവരുടെ ഒരു സ്വഭാവമാണ്. മാത്രമല്ല ബാപ്പു ഉസ്താദിന്റെ മറ്റുള്ള പല ആലിമ്യങ്ങളിൽ നിന്നും വേറിട്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് ഹുസ്നുൽ ഖുൽഖാണ്. ബാപ്പുസ്ഥാനെ ഇത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹുസ്നുൽ ഖുൽഖ് എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹാ പറയട്ടെ, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, സമയത്തു റസൂലല്ലാഹ് പറയുകയാണ്, സമയത്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, ഒരു മുഅ്മിനായ മനുഷ്യൻ സൽസ്വഭാവിയാണെങ്കിൽ ആ സൽസ്വഭാവം എന്ന വൈശിഷ്ടമായ സ്വഭാവസിദ്ധി കൊണ്ട് അവൻ നേടിയെടുക്കുന്നതാണ് ദറജത്തുസ്വായിമി വൽ ഖായിമി, പകലന്തിയോളം വിശപ്പ് സഹിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നോമ്പ് നോൽക്കുന്ന ആബിദീങ്ങളിൽ, പാതിരാവിനെ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് സജീവമാക്കുന്ന മുത്തഖീങ്ങളില്ലേ, ഈ മുത്തഖീങ്ങൾക്കും എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന സ്വൈമീങ്ങൾക്കും പരലോകത്ത് കിട്ടുന്ന പ്രതാപമില്ലേ, അത് ഹുസ്നുൽ ഖുൽഖ് കൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ നാളെ പരലോകത്ത് നേടിയെടുക്കുന്നതാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്. അല്ലാഹു സൽസ്വഭാവമുള്ള കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. കർക്കടകാസം കണ്ട മോറല്ല, ശത്രുതയുടെ കൽബല്ല, വിരോധത്തിന്റെ കൽബല്ല, അലച്ചയുടെ കൽബല്ല, ആളുകളെ തരം താഴ്ത്താനുള്ള കൽബല്ല, സമയം കിട്ടിയാൽ തരം താഴ്ത്തി സംസാരിക്കുന്ന നാവല്ല, ആരോടും വിദ്വേഷമില്ലാത്ത. കണ്ട ബാപ്പുസ്ഥാന്റെ സ്വഭാവങ്ങൾ കണ്ടോ? അദ്ദേഹം ഹജ്ജ് ക്യാമ്പിന്റെ ആ സമയത്ത് ആ ക്യാമ്പിൽ ചെയ്തതൊക്കെ ഓരോ ദിവസങ്ങളിലും പത്രം ഇങ്ങനെ വായിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു പോവുക. എല്ലാവരെയും സംഘടിപ്പിച്ചു. എതിരാളികളെയും അനുയായികളെയും അനുകൂലികളെയും പ്രതിയോഗികളെയും ഒക്കെ സംഘടിപ്പിച്ചു. ഞാൻ അങ്ങനെ ആ സമയത്ത് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ആരെ കൂടി ഇരിക്കുമ്പോഴും ബാപ്പുസ്ഥാന്റെ മുഖം ഒരുപോലെ. അത് എല്ലാവർക്കും കഴിയില്ല. ഇപ്പൊ എന്റെ കഠിന ശത്രു എന്റെ റൂമിലേക്ക് വരികയാണെങ്കിൽ, വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു സാമാന്യ മര്യാദയിൽ ആതിഥേയത്തെ ബഹുമാനവും മര്യാദ കൊടുത്തിട്ട് അവരോട് ഇരിക്കാൻ പറയും. എന്നാലും അത് മുഖത്തറിയാം, ശരിക്കുള്ള ഇരിക്കാൻ പറയലല്ല, അത് ഉറപ്പല്ലേ, അതറിയാം. അതൊരു റെഡിമെയ്ഡ് ഇരിക്കാൻ പറയില്ല, ഒരു കൃത്രിമ പരിപാടിയാണ്. പക്ഷെ വന്നീലേ, നമ്മളെ വീട്ടിലെ വന്നീലേ, അതുകൊണ്ട് കസേര ഇട്ട് കൊടുക്കും. പക്ഷെ മുഖത്തുനിന്ന് വായിച്ചറിയാം മൂപ്പർക്ക് വന്നത് ഇഷ്ടമായിട്ടില്ല. പക്ഷെ വാപ്പുസ്ഥാനങ്ങൾ നോക്കൂ, അദ്ദേഹം ഹജ്ജ് ക്യാമ്പില് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നേരെ എതിർഭാഗത്തുള്ള പല കക്ഷികളും ഒപ്പം വന്നിരിക്കുമ്പോഴും ഒപ്പം പ്രവർത്തിക്കുന്ന ആളുകൾ കൂടെ ഇരിക്കുമ്പോഴും ഒരേ മുഖം. അതാണ് ശറഹ് സദറിന്റെ ഒരു ലക്ഷണമാണ്. എല്ലാരും കൂടി ഇരിക്കുമ്പോഴും ഒരേ മുഖം, അത് വിശാല മനസ്കതയാ. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു വാങ്ങുകയാ, റബ്ബി ശ്റഹ് ലീ സദ്രീ, റബ്ബേ എനിക്ക് നീ വിശാല മനസ്കത നൽകണേ അല്ലാഹ്. എന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യവും പോലും ചോദിച്ചില്ല. അത് ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹു കൃത്യമായി വ്യക്തമായി വളരെ വിശാലമായി ചെയ്തു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാ, അലം നശ്റഹ് ലക സദറക, തങ്ങളുടെ മനസ്സിനെ നാം പ്രവിശാലമാക്കി തന്നില്ല നബിയേ. കാരണം ഇത് ഹബീബുല്ലാഹി അഹബ്ബുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ആ ശറഹ് സദരിന്റെ ഒരു വെളിച്ചം ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, വലിയ ഹുസ്നുൽ ഖുൽഖിന്റെ ആളായിരുന്നു. ആരെ കണ്ടാൽ ഞാൻ പ്രസംഗത്തിൽ പിച്ച വെച്ച് വളരുന്ന സമയത്ത് ബാപ്പുസ്ഥാന്റെ സ്റ്റേജിൽ നിന്നും മഞ്ചേരിയിൽ നിന്നാണ് എന്റെ പരസ്യമായ സദസ്സിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഭാഷണത്തിന്റെ ആരംഭം. ബഹുമാനപ്പെട്ട ബാപ്പുസ്ഥാൻ ഉണ്ടായിരുന്നു, കാളമ്പാടി ഉസ്താദ് ഉണ്ടായിരുന്നു, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ആരും പറയാത്തൊരു കാര്യം ബാപ്പുസ്ഥാനോട് എന്നോട് പറഞ്ഞു, പുറത്തിങ്ങനെ കൊട്ടി നിങ്ങൾ പ്രസംഗത്തിൽ ഇപ്പൊ ഇങ്ങനെ കയറി വരല്ലേ, നിങ്ങളെ പ്രസംഗം ഫുള്ളായിട്ട് കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ട്. രണ്ട് കാര്യം, ഒന്ന് പ്രോത്സാഹനത്തിന് ഞാൻ ഇരുന്നായിരുന്നല്ലോ, പിന്നെ പ്രസംഗം കേൾക്കും വേണമല്ലോ. പക്ഷെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് പോവാണ്ട്, കുട്ടി പ്രത്യേകം ദ്വാർക്കണം, ഉഷാറായിട്ടാണ് പ്രസംഗിച്ചോളിട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ 4 തടവല് പോരെ. അത് ഒരു പ്രഭാഷണത്തിൽ തുടക്കത്തിൽ കയറി വരുന്ന ഒരു കൊച്ചു മുത്താലിമിനെ അപേക്ഷിച്ചിടത്തോളം എന്തൊരു ആവേശമായിരിക്കും അതിലെ, എന്തൊരു ആവേശം. അപ്പൊ അവിടെ കൃത്യമായിട്ട് ചെയ്യാൻ അങ്ങോട്ട് ചെയ്യാം. ബഹുമാനപ്പെട്ടവര്, ആലപ്പുഴ സമ്മേളനത്തിൽ എന്തായിരുന്നു അവരുടെ പ്രവർത്തനം? ഒരു സമ്മേളനമൊക്കെ വന്നാൽ അവിടെ പോയിട്ട് റൂം എടുത്ത് കൂടുക, പിന്നെ പോരെ പോകില്ല. അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ചോദിച്ചു, കിച്ചണിൽ പണിയെടുക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ. അപ്പൊ പറയും, ബാപ്പുസ്ഥായി ഞങ്ങളുടെ അടുത്തേക്ക് ഇടക്കിടക്ക് വരും, എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്നാ വോളണ്ടിയേഴ്സിനോട് ചോദിച്ചു. അപ്പൊ അവര് പറയും, ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ സമ്മേളനത്തിൽ ഉസ്താദ് തയ്യാറായി. സ്റ്റേജിൽ പങ്കെടുത്ത വിദേശികളും സ്വദേശികളുമായിട്ടുള്ള വിശിഷ്ട അതിഥികളോട് ചോദിച്ചു. അവിടെ ബാപ്പുസ്ഥാന്റെ ആ സേവനം ഭയങ്കര സേവനമായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ചു, ഉസ്താദിന്റെ ആ പ്രസംഗത്തിൽ ചില വരികളുണ്ടല്ലോ, അതൊക്കെയാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഇതിനൊരു കഴിവ് മഹാനായ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു, അത് ഹിക്മത്താണ്. അതുകൊണ്ടാണ് ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് വഫാത്തിന്റെ അന്ന് തന്നെ സംഘടിപ്പിച്ച ഞാൻ ആ സദസ്സിലുണ്ടായിട്ടില്ല. എനിക്ക് ദൂരസ്ഥലത്തേക്ക് വാതിന് പോകേണ്ടത് കൊണ്ട് ട്രെയിനിൽ നിന്ന് ഞാൻ വിവരങ്ങൾ നേരെ അറിയുകയായിരുന്നു. ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് അനുസ്മരണ സമ്മേളനത്തിൽ ബാപ്പുസ്ഥാദിനെ കുറിച്ച് ഓർത്തത്, സമസ്തക്ക് 2 മലകൾ ഉണ്ടായിരുന്നു, 2 മലകളും ഖബറിലാണ്. ശൈഖുനാ അലിക്കുട്ടി ഉസ്താദ് മല എന്ന് വിശേഷിപ്പിച്ചത്, ഒന്ന് സ്വാഭാവികമായും ബാപ്പുസ്ഥാദിന്റെ അനുസ്മരണ സംഗമമായതുകൊണ്ട് അത് ബാപ്പുസ്ഥാദിനെ കുറിച്ച് തന്നെയായിരിക്കുമെന്ന് കേൾവിക്കാർക്ക് മനസ്സിലായി. രണ്ടാമത്തെ മല ഏതാന്ന് മനസ്സിലാവാതെ ശ്രോതാക്കൾ ഏതായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അലിക്കുട്ടി ഉസ്താദ് രണ്ടാമത്തെ മലയെ കുറിച്ച് പറഞ്ഞത്. അത് ശൈഖുനാ ബാപ്പുസ്ഥാദിന്റെ പിതാവായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരാണ്. സമസ്തയിലെ 2 മല എന്ന് വിശേഷിപ്പിക്കപ്പെട്ടുകൊണ്ട് വാപ്പയും മകനും അർഹരായ ഒരു ദറജ എന്റെ ഓർമ്മയിൽ അത് ബാപ്പുസ്ഥാദിന് മാത്രമാണ്. സമസ്തയിൽ ഒരുപാട് ഔലിയാക്കൾ സൂഫിയാക്കൾ ഉണ്ട്, പക്ഷെ 2 മല ഒരു വാപ്പാന മകൻ എന്ന് പറയപ്പെട്ടത് ഒരുപക്ഷേ ബാപ്പുസ്ഥാദ് മാത്രമായിരിക്കാം. അള്ളാഹുർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹുർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. 13 കൊല്ലം കൊണ്ട് സമസ്തയിൽ കയറിയിട്ട് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ ഒരു നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന് ഒരു പക്ഷേ ചെയ്യാൻ കഴിയാത്തതായിരിക്കാം. ഒരു മനുഷ്യൻ 2004 കയറി വന്ന ഒരാള് 2017 ഖബറ് പോയി കിടക്കുമ്പോഴേക്ക് സമസ്തയുടെ ഉന്നതമായ മർത്തബയിൽ അധ്യക്ഷനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്, കഴിവാണ്. ഏത് ആലിമീങ്ങളും കരയും. കാരണം എന്താ അറിയോ, സമസ്തയിൽ ഏത് പ്രവർത്തനം വരികയാണെങ്കിലും കാര്യമായ പ്രയാസം ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമൊക്കെ ഉസ്താദ് ഏറ്റെടുത്തു, എല്ലാവർക്കും വിശ്രമം കൊടുത്തു. അത് ഞാനായിക്കോളാം. അത് പേപ്പറിൽ വരെ ക്യാമറയിൽ പിടിക്കൊന്നല്ല, ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തണ്ടെന്ന് മനസ്സിലാക്കി. കാര്യമാ പെണ്ണുങ്ങളെ 18 വയസ്സിന്റെ കാര്യം ഉസ്താദാ കൈകാര്യം ചെയ്യുന്നത്. ഏക സിവിൽ കോഡ് സുപ്രീം കോടതിയിലൊക്കെ കയറി ഇറങ്ങാനും ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടത് ഉസ്താദിനെയാണ്. ഏത് ഉസ്താദിന് വാങ്ങും. ശത്രുവിനെ നേരിടുന്ന കാര്യം, നമ്മുടെ ഉന്നതിയുടെ കാര്യം, മദ്രസന്റെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം, സ്ഥാപനങ്ങളുടെ കാര്യം, ഹജ്ജിന്റെ കാര്യം. ഹജ്ജ് ക്യാമ്പിലൊക്കെ എന്താ അവർ ചെയ്തു കൂട്ടിയത്? ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഓടി നടന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റൂല. ഹജ്ജ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഹജ്ജ് ക്യാമ്പിന്റെ ഉടനെ പിറ്റേന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ ഉറൂസിൽ എന്നെയായിരുന്നു ബാപ്പുസ്താദ് പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. ഞാൻ പോയപ്പോ ബാപ്പുസ്താദ് അവിടെ ഉണ്ട്, പിറ്റേന്ന് ഹജ്ജ് ക്യാമ്പിൽ. ചിന്തിക്കുക. അപ്പൊ ഇവർ അരമണിക്കൂർ ഇവിടെ ആ സദസ്സിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അവിടുന്ന് വരുന്നത്, ഹജ്ജ് ക്യാമ്പിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ, കുറച്ചു നേരം ഇരുന്നിട്ട് ഞാൻ പുറകെ പോയിട്ട് ഉറങ്ങും, നിങ്ങൾ ഓർക്കണം. അപ്പൊ അവിടെ വന്നിട്ട് അവിടുത്തെ ആള് വാപ്പുസ്ഥാണല്ലോ, അപ്പൊ അവിടെയും വരിക, ഉടനെ അങ്ങോട്ട് ഓടുക, ഉടനെ ഇടയിലെ വേറെ പരിപാടി അങ്ങോട്ടും പോവാം. അത് കഴിഞ്ഞാ പിന്നെ ഞാൻ അബുദാബിയിൽ പ്രസംഗിക്കാൻ ഉസ്താദ് ദുബായിലുണ്ട്. ഞാൻ അബുദാബിയിൽ വാതിന് പോയപ്പോ ഉസ്താദ് ദുബായിലുണ്ട്. എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഞാൻ എത്താൻ ശ്രമിക്കാം, പക്ഷെ എനിക്ക് പനിയുണ്ട്, എത്തിയിട്ടില്ലെങ്കിൽ ഒന്നും കരുതരുത് എന്ന് പറഞ്ഞു. ആ പനിയാണ് പിന്നീട് മൂർച്ഛിച്ച് അത് വലിയ ഒരു കലുഷമായ രോഗത്തിലേക്ക് എത്തിച്ചു. അത് മരണത്തിൽ കലാശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ഈ ഒരു 1.5 കൊല്ലത്തിനിടയിൽ
ആര് പോയാലും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായപ്പോ ഞങ്ങളൊക്കെ ഇടങ്കണ്ണിട്ടുകൊണ്ട് വാപ്പുസ്താദിനെ നോക്കുകയാണ്. കാരണം ഇവിടെ വാപ്പുസ്താദ് ഉണ്ടല്ലോ. കോയക്കുട്ടി ഉസ്താദ് വഫാത്തായപ്പോ വേദന പൊത്തിപ്പിടിച്ച കൽബോടെ ഞങ്ങൾ നോക്കുന്നത് വാപ്പുസ്താദിനെയാണ്. കാരണം കൈകാര്യത്തിന് ഇവിടെ വാപ്പുസ്താദ് ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട എ.പി. മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ വഫാത്തായപ്പോൾ ഞങ്ങൾ നോക്കുന്നത് വാപ്പുസ്താദ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ നോക്കാൻ ആളില്ല. അതുകൊണ്ട് റബ്ബേ, ആ ഹിക്മത്തിന്റെ മനുഷ്യനിരുന്നിരുന്ന കസേരയിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് അതേ ഹിക്മത്തും ബുദ്ധിയും വൈഭവവും സ്വാധീനവും സാമർത്ഥ്യവും ആത്മാർത്ഥതയും കൊടുത്തുകൊണ്ട് നീ ഈ വിളവിനെ നികത്തണേ അല്ലാഹ്. ജുഹാലിനെ നേതാക്കളാക്കി അവരുടെ പിന്നിലായി ചെറുപ്പക്കാരനെ നിരന്നുകൊണ്ട് ഫിഖ്ഹുമില്ല, തസവ്വുഫുമില്ല, അതേ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബുമില്ല. കേവലമായ സ്വർഗത്തിന്റെ വാതിലുകളുടെ എണ്ണം 8 സ്വർഗത്തിൽ കടക്കുന്നവർ ഇന്നവരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ, എന്നാൽ പറയുന്നത് ദീനാണ് താനും അതിന്റെ ഉള്ളിൽ അതിന്റെ രസം കിട്ടാതെ വെറും പാമ്പിന്റെ തൊലിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാമ്പാണെന്ന് പരിചയപ്പെടുത്തുന്ന ജുഹാലിന്റെ ശർറിൽ നിന്ന് ഈ സമൂഹത്തെ നീ സമുദ്ധരിക്കണേ അല്ലാഹ്. ഖുർആന് പഠിക്കാതെ ഹദീസ് പഠിക്കാതെ ജനങ്ങളെ പഴപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ദീനിന്റെ ആഴമേറിയ കടലിലേക്ക് ഇറങ്ങിയിട്ട് മുത്തും പഴവും പെറുക്കിയെടുത്തിട്ട് യഥാർത്ഥ മുഅ്മിനായി ജീവിച്ചുകൊണ്ട് മഹാന്മാരായ സമസ്തയിലെ നേതാക്കൾ വഫാത്തായതുപോലെ ഇന്നലെ എന്നോട് ഉച്ച സമയത്ത് ഒരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ എണീറ്റുകൊണ്ട് പോകുമ്പോ വളരെ ബുദ്ധിമാനായ ഒരു വലിയ ചിന്തകനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, റഹ്മാനേ, നിങ്ങൾ സമസ്തയിൽ ഔദ്യോഗിക സ്ഥാനം കിട്ടിയിട്ട് ഇഖ്ലാസോടെ പ്രവർത്തിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്നോട് ഇന്നലെ ഉച്ചക്ക് ഒരു പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് സമസ്തയിൽ ഒരു ഔദ്യോഗിക സ്ഥാനം കിട്ടണം, എന്നിട്ടൊന്ന് പ്രവർത്തിച്ചിട്ട് മരിക്കണം, അത് നിങ്ങൾ ദ്വാരിക്കുന്നതാണ്. പെട്ടെന്ന് എനിക്ക് പിടിച്ചില്ല. സമസ്തയിൽ ഔദ്യോഗിക സ്ഥാനം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ? അത് നിങ്ങൾക്ക് അല്ലാഹു തആല ഏകിക്കണെങ്കിൽ തരുന്നല്ലാതെ സ്ഥാനം ചോദിച്ചു വാങ്ങാൻ പാടുണ്ടോ, ആഗ്രഹിക്കാൻ പാടുണ്ടോ? അപ്പൊ നിങ്ങൾ അങ്ങനെ എന്നോട് ദ്വാരിക്കാൻ പറയണമെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, എന്നെ വല്ലാതെ ചിന്തിച്ചു. എന്നോട് പറഞ്ഞു, അത് ഞാൻ കഴിഞ്ഞ കാലത്തേക്ക് ചിന്തിച്ചാണ്. സമസ്തയിൽ ഔദ്യോഗിക സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ട് ആര് മരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ വഫാത്ത് നമ്മ വളരെ ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഒക്കെ കലിമ ഉറക്ക ചൊല്ലിയിട്ട് വഫാത്തായവരാ. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, സമസ്തയിൽ ഇരുന്ന് ഔദ്യോഗികമായിട്ട് ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ ഈമാനോടുകൂടി മരിക്കാൻ ഇത് ധാരാളമാണ്. ഇനി എങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. സംഗതി ശരിയാണ്. നിങ്ങൾ ആരെ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ ബാപ്പുസ്താദ് ബോധമില്ലാതെ കിടക്കായിരുന്നു. പക്ഷേ ബോധമില്ലാതെ ഡോക്ടർമാരുടെ ഭാഷയിൽ കേവലമായ മെഷീനുകളുടെ സഹായത്താൽ ഹാർട്ട് മിടിച്ചുകൊണ്ട് കിടക്കുന്ന ബാപ്പുസ്താദിന്റെ ആ സമയത്തുള്ള രോഗം മൂർച്ഛിച്ചുകൊണ്ട് നിയന്ത്രണം വിട്ടുകൊണ്ട് ഇനി എന്തും എപ്പോഴും ഇപ്പോൾ ആവാമെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ബാപ്പുസ്താദിന്റെ കുടുംബക്കാർ മഹാനായ ജമലി തങ്ങൾ പാപ്പാക്ക് ഫോൺ ചെയ്യുകയാണ്. വലിയ ആലിമാണ്, സയ്യിദാണ്, സൂഫിയാണ്. അവരുടെ വല്യപ്പയാണെങ്കിലോ അതാ കേരളത്തിലേക്ക് ഇന്ത്യാനേഷ്യയിൽ നിന്ന് കടലിന്റെ മുകളിൽ ഒരു പലക ഇട്ടുകൊണ്ട് ആ പലകയിൽ കയറിയിട്ട് മുസല്ല ഇട്ടുകൊണ്ട് അതിന്റെ മേലെ കയറിയിട്ട് ഇന്ത്യാനേഷ്യയിൽ നിന്ന് കേരളത്തിലെത്തിയവരാണ്. കടലിൽ വെച്ചുകൊണ്ട് മുസല്ല വിരിച്ച് നിസ്കരിച്ച മഹാനായ വല്യപ്പാന്റെ പേരക്കുട്ടിയായ മുദരിസായ സമസ്തയുടെ നേതാവായ സൂഫിയായ ആബിദായ സയ്യിദായ റഈസായ ബഹുമാനപ്പെട്ട ജബലി തങ്ങൾ പാപ്പാക്ക് കുടുംബക്കാരെ വിളിക്കുകയാണ്. തങ്ങൾ പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. ആസ്പത്രിയിലെത്തി മഹാനായ തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കൃത്യമായി തങ്ങൾക്ക് അല്ലാഹു നൽകിയ അറിവെച്ചുകൊണ്ട് മനസ്സിലായപ്പോ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് യാസീൻ പാരായണം ചെയ്യുകയാ. തങ്ങൾ നേരെ എന്നോട് പറഞ്ഞ റിപ്പോർട്ടാ ഞാൻ പറയുന്നത്. 5 തവണ യാസീൻ മടക്കി മടക്കി ഓതുകയാ. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. ആരെ എതിർത്തിട്ട് കാര്യമില്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. നിങ്ങൾ മരണമാസന്നമായവരുടെ അരികിൽ വെച്ചുകൊണ്ട് യാസീൻ ഓദിക്കോ. മരിച്ചുപോയ ആളുകളുടെ സവാബിന് വേണ്ടിയും യാസീൻ ഓദിക്കോ. 2 അർത്ഥവും ഈ ഹദീസിനുണ്ട് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാ. ഹദീസിന് അർത്ഥം വെക്കേണ്ടത് ഭാഷ അറിയാത്ത നമ്മളല്ല,
ദീന് പഠിക്കാത്ത നമ്മൾ ഡിക്ഷണറി വെച്ചുകൊണ്ട് അർത്ഥം വെച്ചാൽ മനസ്സിലാകുന്നതല്ല ഹദീസ്. ഹദീസിന് അർത്ഥം പറയേണ്ടത് ഇമാമിങ്ങളാണ്. എന്റെ ചെറുപ്പക്കാരെ, ഇന്ത്യൻ ഭരണഘടന കയ്യിലെടുത്തുകൊണ്ട് നിയമങ്ങൾ വായിച്ചുകൊണ്ട് അർത്ഥം വെക്കേണ്ടത് നമ്മളല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവരാണ് അർത്ഥം വെക്കേണ്ടത് എന്നത് പറഞ്ഞതുപോലെ ആയത്തിന് അർത്ഥം വെക്കേണ്ടത് നമ്മളല്ല. അത് ഇമാം റാസിയാണ്, ഇബ്നു കസീറാണ്, ഇസ്മായിലുൽ ഹഖ്ഖിയാണ്, ഇമാം ഖുർത്തുബിയാണ്, ഇമാം ബുഖാരിയാണ്, ഇമാമുന ശാഫിയാണ്, അഹ്മദുൽ ഹംബലാണ്, ഇമാം മാലിക്കാണ്, അബൂ ഹനീഫത്തുൽ കൂഫിയാണ്. അവരിൽ നിന്നാണ് ദീന് പഠിക്കേണ്ടത്, അല്ലാതെ ജാഹിലീങ്ങളിൽ നിന്നല്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമുക്കിവിടെ ഖുർആനും സുന്നത്തും ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ആ പണ്ഡിതൻ പറയുന്നത് കേൾക്കുന്നത്, ഈ പണ്ഡിതൻ രേഖപ്പെടുത്തിയത് കേൾക്കുന്നത്, ആ മദ്ഹബ് സ്വീകരിക്കുന്നത് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങാടി പ്രസംഗത്തിലൂടെ അറിവില്ലാത്തവരെ ലലാലത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, കാളമൂത്ര പ്രഭാഷണം നടത്തുന്ന, ഗീർവാണ പ്രഭാഷണം നടത്തുന്ന സകല വായാടികളോടും ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യന്മാർ അവലംബിക്കുന്നത് ഖുർആനിനെ അല്ല, നിങ്ങൾ ഖുർആനിന് പറഞ്ഞു കൊടുത്ത ആയത്തിന്റെ അർത്ഥത്തിനെയാണ്. ഹദീസാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങൾ അർത്ഥം വെച്ച ആ മാനയാണ് അവർ അനുകരിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം, ഇപ്പോഴും ഇവരെ ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല, മറിച്ച് വിവരമില്ലാത്ത ആ സമൂഹം ചെയ്യുന്നത് ഖുർആനും ഹദീസും ഇന്നതാണെന്ന് പറയുന്ന വിവരമില്ലാത്ത ജാഹിലായ നീ പറയുന്നത് കേട്ടനുസരിക്കുന്നവരാ. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. നീ കേട്ട് മനസ്സ് പഠിച്ചത് പഠിപ്പിക്കുന്നത് അനുസരിക്കുന്നതിനേക്കാൾ, നീ വായിച്ച് മനസ്സിലാക്കിയത് ഛർദിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ ഖുർആനിന്റെ ഉള്ളും പുറവും കൃത്യമായി മനസ്സിലാക്കിയ ഇമാമിങ്ങളുടെ മദ്ഹബ് സ്വീകരിക്കലാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ വിവരമില്ലെങ്കിൽ വിവരമുള്ളവരെ സ്വീകരിച്ചോ. നമുക്ക് വിവരമില്ല, വിവരമുള്ള ഇമാമിങ്ങളെ സ്വീകരിക്കുകയാ, വിവരമുള്ള ആരിഫീങ്ങളെ സ്വീകരിക്കുകയാണ്. ആ വിവരമുള്ളവരൊക്കെ ലോകത്തിൽ നിന്ന് പിരിയുകയാ. പടച്ചവനെ, അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ അരികിലേക്ക് സയ്യിദ് ജമലി തങ്ങൾ പാപ്പ കയറി വന്നിട്ട് 5 പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. ബഹുമാനപ്പെട്ടവര് ബാപ്പുസ്താദിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അത്യുച്ചത്തിൽ അങ്ങ് ചൊല്ലുകയാണ്, വളരെ ശബ്ദത്തിൽ അങ്ങ് ചൊല്ലുകയാ. അത്യുച്ചത്തിൽ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബോധമില്ലാതെ കിടക്കുന്നവരെന്ന് പറയപ്പെടുന്ന ഡോക്ടർമാര് വിശേഷിപ്പിച്ച, പ്രത്യക്ഷത്തിൽ ബോധമുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത വിധം സംസാരിക്കാതെ കണ്ടു തുറക്കാതെ കിടക്കുന്ന ബാപ്പുസ്താദ് ജമലുള്ളി തങ്ങൾ പാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ അടിയിലെ ചുണ്ടങ്ങ് ചലിപ്പിക്കുകയാ. മക്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ സ്വർഗത്തിലാണ്. ഇങ്ങനെ ചൊല്ലി വഫാത്തായി ബാപ്പുസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി കാളമ്പാടി ഉസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി ചെറുശ്ശേരി ഉസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി തൊഴിയൂർ ഉസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി പാറന്നൂർ ഉസ്താദ്, അങ്ങനെ ചൊല്ലി വഫാത്തായി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അങ്ങനെ ചൊല്ലി വഫാത്തായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അങ്ങനെ ഉറക്കെ ചൊല്ലിയിട്ട് അത്ഭുതം സൃഷ്ടിച്ച് പരലോകത്തേക്ക് പറന്നു ശൈഖുനാ ശംസുൽ ഉലമ. അങ്ങനെ തന്നെ പോയി പരലോക പ്രതാപത്തിലെത്തി ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. സുബ്ഹാനല്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ചെറുപ്പക്കാരെ, പല ഫിത്നകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നതാ, പല വേഷങ്ങളും രംഗപ്രവേശനം ചെയ്യുന്നതാ, പല ഭാഷണങ്ങളും കേൾക്കേണ്ടി വരുന്നതാണ്. പക്ഷേ പടച്ചവൻ നമ്മുടെ മുമ്പിൽ കൃത്യമായി വ്യക്തമാക്കി തന്ന സിറാത്ത് മുസ്തഖീമിന്റെ തെറ്റാത്ത പ്രസ്ഥാനമാണ്. ഒരക്കൽ തങ്ങൾ പാപ്പ എന്ന് പറയുന്ന ആരിഫായ വലിയായ മഹാൻ സ്ഥാപിച്ച സമസ്തയെന്ന് മറക്കല്ല. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക. ഇഖ്ലാസോടെ പ്രവർത്തിച്ച് ഈമാനോടെ മരിച്ച് പരലോകത്ത് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ
അള്ളാഹു നമ്മെ പെടുത്തട്ടെ. പടച്ചവനെ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാ. ദോഷങ്ങൾ നീ പൊറുക്കണേ റബ്ബേ. നന്മകൾ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. വിരോധമുള്ള ഖൽബില്ലാതിരിക്കാൻ നിന്നോട് ദുആ ചെയ്യുന്നവരാണ്. പക്ഷെ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ശരീഅത്തിന്റെ നിയമം പഠിപ്പിച്ചു കൊടുക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. അത് ഞങ്ങൾ പറയുമ്പോ തെളിഞ്ഞ ഖൽബുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ കൂടാറുണ്ട്. അവർക്ക് ഞങ്ങൾക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ മാറി നിന്ന് കുത്തി നോക്കുന്ന ആളുകളുണ്ട്, ഉപദ്രവിക്കുന്ന പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ നല്ല ബോധം നൽകണേ റബ്ബേ. പടച്ചവനെ ഇവിടെ നൽകിയ സംഭാവനകൾ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ റബ്ബേ. രോഗികളുടെ രോഗം നീ ശിഫാ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ വാപ്പുസ്താദ് അടക്കമുള്ള മഹാന്മാരായ ആലിമീങ്ങൾക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ബാവോജി അടക്കമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്ന് ഈ നാട്ടിൽ നിന്ന് വഫാത്തായ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്നലെ മരിച്ചുപോയ റംസാന്റെ ഉമ്മ, എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരന് വേണ്ടിയാണ് സഹായം ആവശ്യപ്പെട്ടത്. പറ്റുന്നവരൊക്കെ ചെയ്തു കൊടുക്കുക. അവിടെ ആരെങ്കിലും ഉണ്ടാവും. ദുആ വസിയത്തോടുകൂടി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ